കാപട്യമേ നിൻ പേരോ ശ്രീകുമാരൻ തമ്പി. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ജയൻ സാംസ്കാരിക വേദിയിൽ പിളർപ്പുണ്ടാക്കി അതിലെ ഫൗണ്ടേഷൻ തോണ്ടുകളെ ചാക്കിട്ട് പിടിച്ച് ജീവിച്ചിരിക്കെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയുണ്ടാക്കി. ആ സംഘടനയുടെ ഈ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 തിരുവനന്തപുരം നിശാഗന്ധിയിൽ വെച്ച് മോഹൻലാലിന് പിണറായി വിജയനെ കൊണ്ട് കൊടുപ്പിച്ച് മോഹൻലാൽ ആ അവാർഡ് തമ്പിയുടെ കാലിൽ തൊട്ടുമണങ്ങി ഏറ്റുവാങ്ങി എറണാകുളത്ത് വീട്ടിൽ ചെന്ന് കയറിയില്ല. അതിനു മുമ്പേ ശ്രീകുമാരൻ തമ്പി പത്രസമ്മേളനം വെച്ച് തെറിവിളി തുടങ്ങി. മോഹൻലാലും മമ്മൂട്ടിയുമാണത്രേ മലയാള സിനിമയിലെ താരാധിപത്യത്തിന് കാരണം എന്ന് പറഞ്ഞു. മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം 2-3 വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിക്കൂടി. എന്നെപ്പോലെ ഒരു വർഷം 2 പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ, ഞാൻ നിർമ്മാതാവാണ്, 74 മുതൽ നിർമ്മാതാവാണ്. തിയേറ്ററുകൾ പറയുന്നത് സാറല്ലേ മമ്മൂട്ടിയെ പോലെ ആദ്യം സഹായിച്ചാലേ അവരുടെ ഡേറ്റ് പിടിച്ച് സാറേ മമ്മൂട്ടി പോലെ പടം വേണ്ടാന്ന് തിയേറ്റർ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. 1 മണിക്കൂറോളം ലാലിനെയും മമ്മൂട്ടിയും കൊന്നു കൊലവിളിച്ചു ശ്രീകുമാരൻ തമ്പി. തമ്പിയുടെ ഈ പണി കണ്ട് നാട്ടുകാർ തമ്പി എഴുതിയ ആ പാട്ട് തന്നെ അവർ പാടി. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്ത് കാര്യം. നമുക്കാദ്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ മോഹൻലാലിന് മലയാളത്തിലെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ച ആ ദൃശ്യം ഒന്ന് കാണാം. ഇനി തൊട്ടടുത്ത ദിവസം തന്നെ മോഹൻലാലിന് ഈ അവാർഡ് നൽകി ആദരിച്ച ശേഷം മോഹൻലാലിനെ കുറിച്ച് പത്രസമ്മേളനം വിളിച്ച് പറയുന്നത് നമുക്ക് കാണാം. തമ്പിച്ചേട്ടാ, എന്നാ പതുക്കെ തുടങ്ങിക്കോ. മോഹൻലാൽ പിന്നീട് പ്രഭാഷണത്തിൽ പറഞ്ഞു, ശ്രീകുമാരൻ തമ്പിയുടെ അക്ഷരങ്ങൾക്ക് ചൂണ്ടനക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യമാണ്. പക്ഷെ അദ്ദേഹം എത്ര പടത്ത് അദ്ദേഹം നിർമ്മിച്ച് ഒരു പടത്തിൽ എന്നെ കൊണ്ട് പാട്ട് വെച്ചിട്ടില്ല. മോഹൻലാൽ ഒരു പടത്തിന് പോലും, മോഹൻലാൽ നിർമ്മാതാവാണ്, അദ്ദേഹം നിർമ്മിച്ച ഒരു പടത്തിന് പോലും ശ്രീകുമാരൻ തമ്പി കൊണ്ട് പാട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ വന്നതിൽ ഞാനും ഒരു വ്യക്തിമാണ്. കാരണം ഞാൻ താരമേധാവിത്വം എന്ന് എതിർക്കുന്ന ആളാണ്. കാരണം അതായത് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഡയറക്ടറാണ്, അത് യാതൊരു സംശയമില്ല. മോശമല്ല തമ്പിച്ചേട്ടാ ഇത്? നാട്ടുകാർ കണ്ടാൽ എന്താ വിചാരിക്കും? ഇങ്ങനെയൊക്കെ പറയുവാൻ മോഹൻലാലും മമ്മൂട്ടിയും എന്നാ കണ്ണം തിരിവ താങ്കളോട് കാണിച്ചത്? അതായത് മമ്മൂട്ടി മോഹൻലാൽ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, അതുവരെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രൊഡ്യൂസേഴ്സ് മുഴുവനും അവർക്ക് ആർക്കും ഡേറ്റ് കൊടുത്തില്ല. എം എൻ ജോസഫ് ഡേറ്റ് കൊടുത്തില്ല, ടി വാസുദേവൻ, ജയമാലി വാസുദേവൻ, കെ പി കൊണ്ടായി കൊടുത്തില്ല, ആർ എസ് പ്രഭു ആഭിയാദ്യം നിർമ്മിച്ച് പടങ്ങൾ നിർമ്മിച്ച് ആഭിയാദ്യം ഡേറ്റ് കൊടുത്തില്ല. അപ്പൊ അവർക്കെല്ലാം നിർമ്മാണത്തിൽ പിൻവാങ്ങേണ്ടി വന്നു. തിയേറ്ററുകൾക്കാണ് ഇവർ മതി. അവിടെ പ്രശ്നം. കാരണം തീരുമാനം തിയേറ്ററാണ്. തിയേറ്ററിൽ ഇട്ടാൽ പടം കളിക്കാൻ പറ്റും. നിങ്ങൾ ചോദിക്കും, നിങ്ങളൊരു ഒരു ഉത്തരവായ ചോദ്യമുണ്ട്, പുതുമുഖങ്ങൾ ഇട്ടൂടെ? ആ കാലത്ത് പുതുമുഖങ്ങൾ ഇട്ടാൽ തിയേറ്റർ കിട്ടില്ല. തിയേറ്റർ കിട്ടിയാലേ ഓടുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കുക, ആട്ടം ഓടിയില്ലേ? ഇന്നാണ് ഓടുന്ന ആട്ടം. 1970-കളിലോ 80-കളിലോ ആണെങ്കിൽ തിയേറ്റർ കിട്ടില്ല കളിക്കാൻ, പെട്ടിയിരിക്കും. ഇന്ന് കാലം മാറി. ഇന്നിപ്പോ താരമേധാവിത്വം തകർന്നു തുടങ്ങുന്നില്ല, തകർന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ടാക്കിയ പവർ ഗ്രൂപ്പിന്റെ ആദ്യ വ്യക്തിയും ആരാണ് തമ്പിച്ചേട്ട? അണ്ണന്റെ അഭിപ്രായത്തിൽ നടനാണോ സംവിധായകനാണോ വലിയ പുള്ളി? പിന്നെ ഈ പ്രേക്ഷകൻ എന്ന് പറയുന്ന മണ്ടന്മാരുടെ സ്ഥാനം ഏകദേശം ഏത് ഭാഗത്തായിട്ട് വരും? ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടി ചേർന്ന് സൃഷ്ടിച്ച ഗ്രൂപ്പിൽ പോലെ ഏറ്റവും ആദ്യ വ്യക്തി ഞാനാണ്. എനിക്ക് രക്ഷിക്കുന്നതില്ല. കാരണം സംവിധാനമാണ് ഒന്നാമത്. സംവിധാനം കഴിഞ്ഞോട് നടന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ആളാണ്. സംവിധാനം കഴിഞ്ഞിട്ടേ നടന്നുള്ളൂ. ഇവർ ക്രിയേറ്റേഴ്സ് അല്ല, ഇവർ പെർഫോമേഴ്സാണ്. ക്രിയേറ്ററുടെ പ്രാധാന്യം ഒരിക്കലും പെർഫോമർക്കില്ല. അവരുടെ കൂടെ ആൾ കൂടുമായിരിക്കും, പിന്നാലെ ആൾ കൂടുമായിരിക്കും. പക്ഷേ ക്രിയേറ്ററെ ആണ് പ്രധാനം, പെർഫോമർക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. ഇത് ആദ്യം മുതലേ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയത് തന്നെയാണ്. അതായത് ഈ പവർ ഗ്രൂപ്പിൻ്റെ തുടക്കം മമ്മൂട്ടി മോഹൻലാൽ നായകന്മാരായി വന്നപ്പോൾ
അവരാദ്യം വരുന്നത് എന്നെയാണ്. എന്തുകൊണ്ട് പറഞ്ഞാൽ തമ്പി സാർ ആളാകും, തമ്പി സാർ ഡയറക്ടർ വരുമെന്ന് പറയും. തമ്പിച്ചേട്ടാ, പിന്നെ എന്ന് തൊട്ടാണ് മലയാള സിനിമയിൽ താരാധിപത്യം വന്നു തുടങ്ങിയത്? അങ്ങനെ സംഭവിക്കുവാൻ കാരണം സംവിധായകന്മാർ മൊണ്ണകളായി പോയത് കൊണ്ടാണോ, അതോ അവർ കഥകളിൽ മുട്ടിൽ മുഴുകിയത് കൊണ്ടാണോ, അതോ വളയുടെ വലിപ്പവും കളറും നോക്കാൻ പോയത് കൊണ്ടാണോ? 90-കൾക്ക് മുമ്പുള്ള മലയാള സിനിമ അല്ല 90-കൾക്ക് ശേഷം വന്ന മലയാള സിനിമ. ഈ പുരുഷ മേധാവിത്വം വന്നത് 90-കൾക്ക് ശേഷമാണ്. താരാധിപത്യം വന്നത് 90-കൾക്ക് ശേഷമാണ്. ഇപ്പോൾ മധു എന്ന നടൻ, മധുചേട്ടൻ വിളിക്കുന്ന മധു നടൻ എടുക്കാം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അനവധി ആളുകൾ വന്നു. ഒന്നും വേണ്ട, ഒരു അസോസിയേഷൻ വേണ്ട, എനിക്ക് ഫാൻസ് ഉണ്ട്, അവർ മതി, എനിക്ക് അസോസിയേഷൻ വേണ്ട. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. ഒരു കാരണവശാലും എൻ്റെ പേരിൽ അസോസിയേഷൻ രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലാണ് മധു. അദ്ദേഹം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ അതൊരു അപകടമായി മാറുമെന്ന് അദ്ദേഹം അറിയാമായിരുന്നു. ചെറിയൊരു സംശയം. താങ്കൾ പറഞ്ഞത് പ്രകാരം മധുസാറിനെ പോലെയുള്ള ഒരു മഹാനടൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കെ അടുത്ത ഒരു സീസൺ വരെ അദ്ദേഹം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് താങ്കളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പവർ ഗ്രൂപ്പിന്റെ സാരഥിയായ മോഹൻലാലിന് തന്നെ ഈ അവാർഡ് ഇത്തവണ കൊടുത്തത്? ഒരു വാ കൊണ്ട് തന്നെ രണ്ടും കൂടി പറയുന്നത് ശരിയാണോ തമ്പിച്ചേട്ടാ? ഇത് കേട്ടല്ലേ ആളുകൾ ഇങ്ങനെ പാടുന്നത്, തമ്പി ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ. തമ്പിച്ചേട്ടന്റെ അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ ഇപ്പോൾ പീഡനങ്ങൾ തുടർക്കഥയാകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് ഇത് ഒരു തകർച്ച ഉണ്ടായത്? ഈ താരമേധാവിത്വം, താൻ മേധാവിയാണെന്ന് അറിയുമ്പോഴാണല്ലോ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും. അവർ ആ കുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ പുറത്ത് പറഞ്ഞാൽ നീയെ ചീത്തയാവുള്ളൂ, ആരും വിശ്വസിക്കില്ല എന്നൊക്കെ സിദ്ധിക്ക് പറയുന്ന ആ സ്ത്രീ പറയുന്നുണ്ട്, ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അത് താൻ ആധിപത്യം ഉണ്ടെന്ന് പറയുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ സംസാരിക്കുക. മലയാളത്തിൽ താരാധിപത്യവും പിന്നെ അത് പുരുഷാധിപത്യവും ആയി മാറിയത് എങ്ങനെയാണെന്ന് സത്യസന്ധമായി തമ്പിച്ചേട്ടൻ ഒന്ന് പറയാമോ? മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങളായതിനു ശേഷം, ഒരാൾ മെഗയാണ് കേട്ടോ, തെറ്റിപ്പോയി, ഒരാൾ മെഗയാണ്, ഒരാൾ സൂപ്പർ, ഒരാൾ മെഗ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു നായികയ്ക്ക് നായകനെ തോൽപ്പിക്കുന്ന കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മലയാളത്തിൽ? ഈ സത്യൻ മാസ്റ്റർ അഭിനയിച്ച അതുപോലൊരു കഥാപാത്രം, അതായത് നായകനൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കേണ്ട സ്ത്രീ നാട് വിട്ടു പോയി തിരിച്ചൊരു വലിയ ധനാഢ്യയായി തിരിച്ചു വരുന്നു. എന്നിട്ട് അയാളോട് റിവഞ്ച് ചെയ്തു, പ്രതികാരം ചെയ്തു. ഇങ്ങനൊരു കഥയിൽ മോഹൻലാൽ മമ്മൂട്ടി അഭിനയിക്കുമോ സത്യൻ മാസ്റ്റർ റോളിൽ? അതാണ് താരമേധാവിത്വം പറഞ്ഞത്. ശരിക്കും മലയാള സിനിമയെ നശിപ്പിച്ചത് താരാധിപത്യമാണോ? അങ്ങനെയെങ്കിൽ അപ്രകാരം ഒരു താരം മാടമ്പിക്ക് താങ്കളാണ് സൂപ്പർ നടനാക്കിയതെന്ന് അവകാശപ്പെടുന്ന നമസ്തേ എന്ന് പറഞ്ഞ് താങ്കൾക്കിട്ട് തന്നെ പണിഞ്ഞ ഒരു അഭിനയ തൊഴിലാളിക്ക് എന്തുകൊണ്ടാണ് താങ്കളുടെ ഫെഡറേഷന്റെ മികച്ച നടനുള്ള അവാർഡും 1 ലക്ഷം രൂപയും കൊടുത്ത് ആദരിച്ചത്? ശരിക്കും താങ്കൾക്ക് എന്തിന്റെ, അത് വേണ്ട, എന്തിന്റെ സൂക്കേടായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുവാൻ? മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം 2-3 വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിക്കൂടി. എന്നെപ്പോലെ ഒരു വർഷം 2 പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ, ഞാൻ നിർമ്മാതാവാണ്, 74 മുതൽ നിർമ്മാതാവാണ്. തിയേറ്ററിൽ പറയുന്നത് സാറല്ലേ മമ്മൂട്ടിയെ പോലെ ആദ്യം സാധിച്ചല്ലേ, അവരുടെ ഡേറ്റ് പിടിച്ച് സാറേ മമ്മൂട്ടി മോഹൻലാൽ പടം വേണ്ടാന്ന് തിയേറ്ററിൽ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിർമ്മാതാവ് അതല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിൻ്റെ പകുതിയാവും. അപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിൻ്റെ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാം. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററുകൾ, പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായിട്ട് കൊടുക്കുന്നത്. അന്നത്തെ സൂപ്പർ താരം ഒരു ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10-1 പ്രതിഫലം വാങ്ങിച്ചത്. 10-1. ഇന്നത്തെ ഞാൻ പറഞ്ഞ ഈ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല. അവർ മേടിക്കുന്ന പ്രതിഫലം ഈ മുടക്ക് മുതലിൻ്റെ 3-1 2-1 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെ ബാധിക്കുന്നത്? വ്യവസായത്തെ ബാധിക്കും, നിർമ്മാതാവിനെ ബാധിക്കും, വ്യവസായത്തെ ബാധിക്കും. അവർ കോടീശ്വരന്മാരാകും, പക്ഷെ നിർമ്മാതാവ് തകരും. 26 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോഴും ധനവാനില്ല. പക്ഷേ നടനായിരുന്നെങ്കിൽ കോടീശ്വരനായിരുന്നേനെ.
അപ്പം അതുകൊണ്ട് ഈ മലയാള സിനിമയെ തകർത്തത് താരമേധാവിത്വം തന്നെയാണ്. പക്ഷേ ആ താരമേധാവിത്വം തകർന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനിയും പവർ ഗ്രൂപ്പൊന്നും ഉണ്ടായില്ല, പ്രയാസം. കാരണം 2 പേരിലേക്ക് അല്ലെ 3 പേരിലേക്ക് ഒരു ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതായി. സൂപ്പർ നടന്മാരുടെ പ്രതിഫലമാണോ മലയാള സിനിമയുടെ നടുവൊടിക്കുന്നത്? അങ്ങനെയെങ്കിൽ അപ്രകാരം കോടികൾ പ്രതിഫലം മേടിക്കുന്ന ഒരു മാഫിയ ഗ്രൂപ്പിന്റെ തലവനെ വിളിച്ച് പുരസ്കാരവും കൊടുത്ത് ആദരിച്ച് ഇതും കൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് തെണ്ടിപ്പിരിച്ച് ക്യാഷ് അവാർഡും കൂടെ കൊടുത്ത് എന്തിനായിരുന്നു? ഇതെല്ലാം കഴിഞ്ഞിട്ട് താരരാജാവ് വീടെത്തുന്നതിന് മുമ്പ് തന്നെ പത്രസമ്മേളനം വിളിച്ച് തള്ളക്കി വിളിക്കുക, ഒരേ സമയം വാലാട്ടുകയും കുരയ്ക്കുകയും ചെയ്യുമ്പോൾ നാട്ടുകാർ ഈ പാട്ട് വീണ്ടും വീണ്ടും പാടില്ലേ തമ്പിച്ചേട്ട? ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ. അതുപോലെ മമ്മൂട്ടിയെ ആദ്യമായി മലയാള സിനിമയിൽ അഭിനയിപ്പിച്ചത് താങ്കളാണെന്ന് പറയുന്നത് കേട്ടു. അത് വെറും തള്ളാണോ അതോ സത്യമാണോ? അധികം വലിച്ചു നീട്ടാത്തെന്ന് പറയാമോ? മമ്മൂട്ടിയെ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് സുകുമാരനാണ്. അതാണ് സുകുമാരൻ്റെ മഹത്വം. മമ്മൂട്ടിയെ നായകനാക്കി സന്ധ്യയ്ക്ക് വീഴിഞ്ഞ പൂവ് എന്ന സിനിമ എടുക്കാൻ തുടങ്ങുമ്പോൾ വിശ്വംഭരൻ എന്നെ കാണാൻ വന്നു. എൻ്റെ പാതകൾ തൊട്ട് പറഞ്ഞു, സാർ എനിക്ക് മാപ്പ് തരണം, ഈ പടത്തിൽ എനിക്ക് സാറിനെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ പറ്റില്ല, മമ്മൂട്ടിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ മമ്മൂട്ടിയോ അതിൻ്റെ തിരക്കാകരുത്, ജോൺ പോൾ ആര് പറഞ്ഞത് ശരി, എനിക്ക് ഇതൊന്നും ഇപ്പൊന്നുമില്ല. ദൈവം സാധിച്ചു ഒരുപാട് പാട്ടുകൾ എഴുതി കഴിഞ്ഞു, എന്നും നിലനിൽക്കുന്ന മറ്റേ പാട്ടുകൾ എഴുതി കഴിഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കലും വിശ്വംഭര പടത്തിൽ ആയിരിക്കില്ല, കാരണം വിശ്വംഭര പടത്തിൽ ഒന്നിൽ മമ്മൂട്ടി ആയിരിക്കും. തമ്പിയണ്ണ മോഹൻലാലിനെ വിളിച്ച് അവാർഡ് കൊടുത്തു, മൈക്ക് സെറ്റ് അഴിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നാട്ടുകാരനെ വിചാരിക്കും മഹാവടന്മാരുടെ ഫാൻസുകാർ നിങ്ങളെ പൊങ്കാലയിടില്ലേ, അതുകൊണ്ട് ഇവരെ സുഖിപ്പിച്ച് എന്തെങ്കിലും കൂടി പറഞ്ഞാൽ തൃപ്തിയായി. അത് കേട്ട് നാട്ടുകാർ വീണ്ടും വീണ്ടും നിങ്ങളുടെ ആ പാട്ട് പാടട്ടെ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ. അയാൾക്ക് അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മോഹൻലാൽ കൊച്ചുകൊച്ചു വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസത്തിൽ ഞാൻ ഷീലയുടെ നായകനാക്കി. സീമയെ സ്നേഹിക്കുന്ന യുവാവിൻ്റെ വേഷമാണ് എനിക്ക് ഒരു ദിവസത്തിൽ മോഹൻലാൽ കൊടുത്തത്. അതുവരെ മോഹൻലാൽ ചെറിയ വേഷം വില്ല വേഷം ചെയ്യുകയാണ്. ആധിപത്യത്തിൽ പ്രേമസുരനെ മധുവിനെ കൂടെ 3 നായകന്മാരാളാക്കി മാറ്റി. യുവജനോത്സവമാണ് അദ്ദേഹത്തെ സൂപ്പർ താരത്തെ നയിച്ചത്. യുവജനോത്സവം രാജാവിൻ്റെ മകൻ എന്ന ചിത്രമാണ് മോഹൻലാൽ സൂപ്പർ താരങ്ങൾ കഴിച്ചത്. പക്ഷേ ആ സൂപ്പർ താര പദവിയിലേക്ക് മോഹൻലാൽ നടത്തിയ യുവജനോത്സവത്തിന് ശേഷം മോഹൻലാൽ എനിക്ക് വാർഷികം തന്നിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് മോഹൻലാൽ അവാർഡ് കൊടുത്തത്? ഞാനല്ല അവാർഡ് കൊടുക്കുന്നത്, ശ്രീകുമാരൻ ഫൗണ്ടേഷൻ എൻ്റെ അല്ല, ഞാൻ പണം കൊടുത്തത്. എൻ്റെ ഈ പൈസ ഇല്ല, എനിക്ക് പണം എടുക്കുന്ന പൈസ ഇല്ല. അപ്പം ഞാനല്ല, ശ്രീകുമാരൻ ഫൗണ്ടേഷൻ്റെ ആരാധനം എൻ്റെ സുഹൃത്തുക്കൾ ചെയ്ത് നടത്തുന്നത്. അപ്പം അവർ സെലക്ട് ചെയ്ത് കമ്മിറ്റി ജൂറി എന്ന് പറഞ്ഞ പ്രിയദർശനും പിന്നെ പ്രഭാവർമ്മയും കെ ജയകുമാറുമാണ്. അപ്പം അവർ നമുക്ക് സുരേഷ് ഗോപിക്ക് കൊടുത്താൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു കലാകാരനല്ല, കാരണം മോഹൻലാൽ എല്ലാം കൊണ്ട് അർഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് അത് കൊടുത്തു ഞാൻ. വെരി ഗുഡ്. ഇങ്ങനെ ഒരു വാഗുകൊണ്ട് രണ്ടും കൂടി പറയുവാൻ താങ്കൾക്ക് മാത്രമേ സാധിക്കൂ. ഈ കഴിവ് പരിഗണിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പരമോന്നത ബഹുമതി കൂടി താങ്കൾക്ക് കിട്ടട്ടെ എന്ന് ചുമ്മാ ഞാൻ ആശംസിക്കുന്നു. നിർത്താൻ പോവുക. അതിനുമുമ്പ് ചെറിയൊരു ചോദ്യം കൂടി. അതുപോലെ മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് തമ്പിയണ്ണനാണോ? ഇൻഡസ്ട്രി മൊത്തത്തിൽ അങ്ങനെ ഒരു അടക്കം പറച്ചിൽ കേൾക്കുന്നുണ്ട്. മോഹൻലാലിനെ എനിക്കിഷ്ടമാണ്. മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയും നമുക്ക് ലോകോത്തര നടന്മാരുടെ പിടിച്ചപ്പെടുന്നത് അത് നമ്മുടെ ഭാഗ്യമാണ്. ലോകോത്തര നടന്മാരുടെ കൂട്ടത്തിൽ പെടുത്താതെ 2 നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. 1989 ഇന്ത്യയിൽ 23 ഭാഷകളിലുള്ള പടങ്ങൾ വന്നു. ഞാനിപ്പോൾ നാഷണൽ ജൂറി മെമ്പറാണ്, ദേശീയ അവാർഡ് കമ്മിറ്റിയുടെ മെമ്പറാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള 23 ഭാഷകളിലെ പടങ്ങളിലുള്ള എല്ലാ നായകന്മാരെയും കണ്ടു നമ്മുടെ ബെസ്റ്റ് നടൻ ആരെ എന്ന് തീരുമാനിച്ചപ്പോൾ നമുക്ക് അഭിമാനിക്കാനും കഴിയുന്നൊരു നിമിഷമായിരുന്നു ഞങ്ങൾക്ക്. ഞാനും കെ ജി ജോർജ് വരുന്നപ്പോൾ അവിടെ ജൂറി ഉണ്ടായിരുന്നു, മലയാളത്തിൽ ജൂറി ഉണ്ടായിരുന്നു. അത്ഭുതം തന്നെ, ഏറ്റവും ടോപ്പിൽ വന്ന 2 പേര് മമ്മൂട്ടി പോലായിരുന്നു. അഭിമാനിക്കാം നമുക്ക്. ബംഗാളി ഭാഷ, ഒറീസ ഭാഷ, അവിടുത്തെ ഗ്രേറ്റ് ആക്ടേഴ്സ് സൗമിതാക്കാരനെ പോലെ നടന്മാരുണ്ട്. പക്ഷേ അവരെയൊക്കെ തോൽപ്പിച്ച് മേലെ വന്നത് മമ്മൂട്ടി മോഹൻലാലുമാണ്. അത് മമ്മൂട്ടിക്ക് ഭാരത് കിട്ടി, ബെസ്റ്റ് ആക്ടർ അവാർഡ്. ഭാരത് ഇപ്പോൾ ഇല്ല, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി.
മോഹൻലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി ആ വർഷം. 91 2 വർഷം കഴിഞ്ഞു ഭാരതവന്ദസിന്. അന്ന് ഞാൻ ജൂറി മെമ്പറായിരുന്നു, തേർഡ് ഇയർ ഞാൻ ജൂറി മെമ്പറായിരുന്നു. അപ്പോൾ ഭാരതത്തിലെ അവാർഡിന് ഏകകണ്ഠമായിട്ട് മോഹൻലാൽ കിട്ടി ബെസ്റ്റ് ആക്ടർ. അപ്പൊ ഇവർ ഗ്രേറ്റ് ആക്ടേഴ്സാണ്, അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഗ്രേറ്റ് ആക്ടേഴ്സാണ്, പക്ഷെ അവരല്ല ഇൻഡസ്ട്രി ഭരിക്കേണ്ടത്. അതാണ് അഭിപ്രായം. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന് പവർ ഗ്രൂപ്പുകളുടെയും മഹാവിടന്മാരുടെയും ഒക്കെ നടുവൊടിഞ്ഞ സ്ഥിതിക്ക് തമ്പിയണ്ണന് ചെറിയൊരു കൈ നോക്കിക്കൂടെ? ചേച്ചിയെ ചെന്നൈയിലാക്കി തമ്പിച്ചേട്ടൻ ഇപ്പോൾ ആവശ്യത്തിന് സമയമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ ദുഃഖം, എനിക്ക് പ്രായമായി പോയി ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള സാഹസത്തിന് പറ്റില്ല. എനിക്ക് അനുകൂല സമയമാണ് ഇപ്പോൾ, പക്ഷേ എനിക്ക് പ്രായമായി, എനിക്ക് ഈ പ്രാരബ്ധം താങ്ങാൻ പറ്റില്ല. നിർത്തുകയാണ്. ലക്ഷണശാസ്ത്രപ്രകാരം തമ്പിയണ്ണന്റെ ഫൗണ്ടേഷന്റെ അടുത്ത വർഷത്തെ അവാർഡ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കായിരിക്കും. അവാർഡ് മമ്മൂക്കായ്ക്കാണെങ്കിൽ മമ്മൂക്കായുടെ വിയർപ്പിന്റെ മണമടിക്കാവുന്നത്ര അടുത്ത് നിർത്തുകയാണെങ്കിൽ പരിപാടി മുഴുവൻ സ്പോൺസർ ചെയ്യാമെന്ന് ആശുപത്രി മുതലാളിയും ചിട്ടി മുതലാളിയും തമ്പിച്ചേട്ടന്റെ ഫൗണ്ടേഷൻ കോരുന്ന കയ്യാളുമാരെ അറിയിച്ചിട്ടുണ്ട്. മമ്മൂക്ക അവാർഡ് മേടിച്ച് കുണ്ടന്നൂർ പാലം കടക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ പത്രസമ്മേളനം വിളിച്ച് തള്ളക്കി വിളിയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അർത്ഥവത്തായ പാട്ട് ഒരിക്കൽ കൂടി ഒരുമിച്ച് പാടി മൂത്രമൊഴിച്ചു പോയി കിടന്നുറങ്ങാം. ശുഭരാത്രി. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.